ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന റയാൻഷും കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന രുദനും പിന്നിലിരിക്കുന്ന റോഷനിയെ മിററിൽ കൂടി നോക്കി മുഖം കയറ്റി പിടിച്ചുകൊണ്ട് കലിപ്പിലിരിക്കുന്നുണ്ട്. കുഞ്ഞി. രുദ്രൻ ഒരൽപ്പം ചെരിഞ്ഞുകൊണ്ട് അവളെ കാണുന്ന തരത്തിൽ സീറ്റിലേക്ക് ഇരുന്നുകൊണ്ട് വിളിച്ചു. കുഞ്ഞി മുഖമയ്യാത്തി രുദ്രനെ ഒന്ന് നോക്കി. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ? ഞാൻ കരുതി ഹരി സമ്മതമാണെന്ന് പറഞ്ഞാൽ നീ തുള്ളിച്ചാടുവെന്ന്. എവിടെ ഒരു കുലുക്കവും ഉണ്ടായില്ലല്ലോ. ഞാൻ പ്രതീക്ഷിച്ച ഒരു ഭാവമേ അല്ല. പക്ഷേ എന്റെ പ്രതീക്ഷ തെറ്റിയില്ല. രുദ്രൻ പറഞ്ഞു നിർത്തിയതും റേൻഷ് പറഞ്ഞു. കുഞ്ഞി. രുദ്രനിൽ നിന്നുള്ള നോട്ടം മാറ്റി റേൻഷിനെ നോക്കി. ആ ചുണ്ടിലൊരു ചിരിയുണ്ട്, മനോഹരമായൊരു ചിരി. എല്ലാം അറിയാമായിരുന്നു അല്ലേ? അവിടെ പോയാൽ ഇങ്ങനെയൊക്കെയാണെന്ന് സംഭവിക്കാൻ പോകുന്നെന്ന് വരെ അറിയാമായിരുന്നല്ലേ? സീറ്റിൽ നിന്ന് അല്പം മുന്നോട്ട് വന്ന് രുദ്രന്റെയും റയാൻഷിന്റെയും സീറ്റിനിടയിലായിരുന്നു. രണ്ടുപേരെയും വ്യക്തമായി കാണുന്ന തരത്തിലുള്ള ഇരുത്തം. രുദ്രനാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ഒരു ഇരിപ്പിരിക്കുകയാണ്. റോഷനിയുടെ ആ ചോദ്യത്തിൽ ഒരു ചിരിയായിരുന്നു അവന്റെ മറുപടി. എന്തൊക്കെയാണ് കിച്ചു കുഞ്ഞു പറയുന്നത്? നിനക്കിതൊക്കെ നേരത്തെ അറിയാമായിരുന്നോ? അവിടെ നിന്റെ ഇരുത്തവും മിണ്ടാതെയുള്ള ഒരുമാതിരി നോട്ടവും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചതാ നിനക്കതിൽ എന്തോ പങ്കുണ്ടെന്ന്. സത്യം പറ, ഇതൊക്കെ നിന്റെ പ്ലാൻ ആയിരുന്നില്ലേ? രുദ്രൻ ചോദിക്കുമ്പോൾ റേൻഷ് അല്ലാതെ തലയാട്ടി കാണിച്ചു. എനിക്കതിൽ ഒരു റോളും ഇല്ല. കുഞ്ഞിക്ക് ഹരി ഇഷ്ടമാണെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാണ്. അതുപോലെ അവന് തിരിച്ചുമുണ്ടെന്നും എനിക്ക് നേരത്തെ തോന്നിയതാണ്. ഇവരത് നേരിട്ട് പറയാത്തത് എന്റെ പ്രശ്നമല്ലല്ലോ. അവസാനം ഇവൾ അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അവൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവൻ ഇവളെ ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെന്തിനാ അവൻ ഇല്ലെന്ന് പറഞ്ഞത്? സത്യം പറഞ്ഞൂടെ? രുദ്രൻ സംശയത്തോടെ ചോദിക്കുമ്പോൾ കുഞ്ഞിയും തല കുലുക്കി. അവൾക്കും ആ സംശയമുണ്ട്. നീ എന്നാ അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്? രുദ്രൻ മിററിൽ കൂടി കാണുന്ന റോഷന്റെ സംശയം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അന്ന് രാത്രി നമ്മൾ പുറത്തു പോയില്ലേ? ആ ദിവസം കാറിന്റെ ഡോറിൽ വിരൽ കുടുങ്ങിയില്ലേ? അന്ന്. റോഷ്നി ആ ദിവസം മനസ്സിൽ ഓർത്തെടുത്തുകൊണ്ട് പറയുമ്പോൾ രുദ്രൻ അവളിൽ നിന്ന് തിരിഞ്ഞു നോക്കി. അവൻ അറിയാതെ എന്തൊക്കെ നടക്കുന്നു. ഇനി അറിയാത്തത് പോട്ടെ. രണ്ട് ഏട്ടന്മാരുടെ മുന്നിൽ വെച്ച് പറയാൻ പറ്റുന്ന കാര്യമാണോ ഒരനീതി പറയുന്നത്? അവന്റെ നോട്ടം കണ്ട് റോഷ്നി ഒന്ന് ചിരിച്ചു കൊടുത്തു. അന്നത്തെ ദിവസം അവനാകെ തകർന്ന ദിവസമാകും. നമ്മളന്ന് അവനെ കാണാൻ കാണാം. എന്താ ഓർമ്മയുണ്ടോ? റയാൻഷ് ചോദിക്കുമ്പോൾ റോഷ്നി തല കുലുക്കി. അപ്പച്ചി അങ്ങനെയൊക്കെ പറഞ്ഞ ശേഷം അവൻ തകർന്നുകൊണ്ട് ഇറങ്ങിപ്പോയ ദിവസമാണ് ആ ദിവസം. അന്ന് തന്നെ നീ അങ്ങനെ പറഞ്ഞാൽ അവൻ സമ്മതിക്കോ? അവൻ ഒരിക്കലും നിന്നെ കിട്ടില്ലെന്ന പോലെ ഒരു കാര്യം അവന്റെ മനസ്സ് ഉറച്ച നേരം നിനക്കൊരു പ്രതീക്ഷ തരണ്ടെന്ന് അവൻ കരുതി കാണും. ഇതൊന്നും അവൻ പറഞ്ഞതല്ല, ഞാൻ ഊഹിച്ചെടുത്ത കാര്യമാണ്. റയാൻഷ് പറയുമ്പോൾ റോഷ്നി എല്ലാം കിട്ട് രുത്തിന്റെ സീറ്റേക്ക് നെറ്റി അമർത്തി റയാൻഷെ നോക്കി. അന്ന് അങ്ങനെയൊന്നും ഓർത്തില്ല, ചിന്തിച്ചില്ല. അന്നേരത്തെ മാനസികാവസ്ഥയിൽ അറിയാതെ പറഞ്ഞു പോയതാണ്. ഈ കാര്യമൊന്നും അവൻ എന്നോടോ ഞാൻ അവനോടോ ഇതിനു മുൻപ് സംസാരിച്ചിട്ടില്ല. ഇന്നലെ അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ അതവനെ വിളിച്ചു പറയണമെന്ന് എനിക്ക് തോന്നി. ഇന്ന് രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് ഞാൻ എല്ലാം അവനെ വിളിച്ചു പറഞ്ഞു. കൂട്ടത്തിൽ വേഗം സമ്മതിച്ച് കൊടുക്കരുതെന്നും ഇനി ആരും അപ്പച്ചി പറഞ്ഞതുപോലെ അവന്റെ നേരെ പറയാതിരിക്കാൻ ഒരു ഡോസ് കൊടുക്കണമെന്നും പറഞ്ഞു. റയാൻഷ് പറഞ്ഞു നിർത്തിയതും രുദ്രൻ അവന്റെ ഇടത്തെ ഷോൾഡറിൽ അമർത്തി ഒരടി കൊടുത്തു. ദേഹം നൊന്ത വേദനയിൽ റയാൻഷ് രുദ്രനെ കടുപ്പിച്ചു നോക്കി. നീ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട. എല്ലാം ചെയ്തു വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ എന്നോട് ഈ കാര്യം പറഞ്ഞോ? പിന്നെ പറയാൻ പറ്റിയ കാര്യമാണല്ലോ. റയാൻഷ് അതിനൊന്ന് പൂച്ചിച്ച് വിട്ടു. റോഷനെ പിന്നൊന്നും മിണ്ടാതെ സീറ്റിലേക്ക് ചാരിയിരുന്നു. ഞാൻ ആരും പറഞ്ഞിട്ട് അറിഞ്ഞ കാര്യമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യമാണ്. അവരുടെ ഉള്ളിലുള്ളത് അവർക്ക് പോലും അറിയാതെ ഞാൻ ചോർത്തിയെടുത്തത് കൊണ്ടാണ് ഇതെല്ലാം ഇവിടെ വരെ എത്തിയത്. അല്ലെങ്കിൽ എല്ലാം കുളമായിരുന്നു. നമ്മൾ പറയുന്ന ഹരിയുടെ അടുത്തേക്ക് ചെന്നിരുന്നെങ്കിൽ ചെക്കൻ കീളിപ്പോയൊന്നും മിണ്ടാതെ തല കറങ്ങി വീണനെ. പിന്നെ അത്രയ്ക്കൊന്നുമില്ല. അവസാനം റയാൻഷ് പറഞ്ഞത് റോഷ്നിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അവളുടെ ഹരിയാണല്ലോ പറഞ്ഞത്. എന്തു പിന്നെ? എന്റെ അളയനെ എനിക്കറിയുന്നത് പോലെ നിനക്കറിയില്ലല്ലോ. അവൻ എവിടെ എന്ത് ചിന്തിക്കുമെന്ന് എനിക്കറിയാം. അതിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയത്. റയാൻഷ് വിട്ടുകൊടുക്കാതെ പറയുമ്പോൾ റോഷ്നി അതിന് തലയാട്ടിക്കൊണ്ട് ചിരിച്ചു. ഇനി നിന്റെ അളയിൽ മാത്രമല്ലല്ലോ, എന്റെ അളയിനും കൂടെ ആണല്ലോ. രുദ്രൻ പറയുമ്പോൾ റയാൻഷ് അവന് നോക്ക് മാത്രം ചെയ്തു, ഒന്നും പറഞ്ഞില്ല. ഹരി ലച്ചുവിന്റെ മടിയിൽ കിടക്കുകയാണ്. റയാൻഷ് അവിടെ ഉണ്ടായതെല്ലാം വിളിച്ചു പറഞ്ഞ ശേഷം കിടക്കുകയാണ്. ലച്ചുവിന്റെ കൈ അവന്റെ മുടിയിഴകളിൽ തഴുകി തലോടുന്നുണ്ട്. നടക്കോ നടക്കില്ലേ എന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് ഉള്ളിലുള്ളത് പറയുന്നത് തന്നെയായിരുന്നു. എന്തിന്? അവൾ എന്നോട് അത് പറഞ്ഞപ്പോഴാണ് എനിക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് ഹരി നിർത്തി. ലച്ചു ഒന്നും മിണ്ടാതെ അവന്റെ മുടിയിഴകളിൽ തലോടി.
അതിനിടയിലാണ് അവളുടെ അപ്പച്ചി അങ്ങനെ പറഞ്ഞത്. ശരിക്കും അവളെ എനിക്ക് കിട്ടില്ലെന്ന് അതോടെ ഞാൻ ഉറപ്പിച്ചു. നിന്റെ കിച്ചുവേട്ടൻ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും, അല്ലാത്ത ആരും സമ്മതിക്കില്ലെന്ന് കരുതി. പക്ഷേ അവർക്കൊക്കെ സമ്മതമാകുമെന്ന് ഞാൻ കരുതിയില്ല. ഹരി പറയുമ്പോൾ അവൻ മലർന്നു കിടന്നുകൊണ്ട് ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. നടക്കില്ലെന്ന് കരുതിയാണോ എന്നോടും പറയാതിരുന്നത്? ലച്ചുവിന്റെ ചോദ്യത്തിന് ഒരു തലയാട്ടലായിരുന്നു അവന്റെ മറുപടി. അവളുടെ ഇഷ്ടം അവൾ അറിയാതെ നിന്നോട് പറഞ്ഞാൽ നീ തിരിച്ച് എനിക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു കൊടുത്താലോ? തീർന്നില്ലേ? ഹരി ചോദിച്ചതും ലച്ചു തല കുലുക്കി. ഉറപ്പായിട്ടും പറഞ്ഞിരുന്നു. മുന്നേ ഈ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും റോഷ്നിയോട് അവളുടെ സങ്കടം കണ്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിന്നോട് പറയാതിരുന്നത്. നിന്നോടൊന്നല്ല, ആരോടും പറയണമെന്ന് കരുതിയതല്ല. പെണ്ണ് കാണാൻ പോവാതിരുന്നാൽ ആ പേരും പറഞ്ഞ് വല്യച്ഛനും വല്യമ്മയും ഒരു സ്വൈര്യം തരില്ല. ആദ്യത്തെ പോയി ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് കുറച്ചു കാലം ആ പേരും പറഞ്ഞ് നടക്കാമെന്നൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷെ അന്നൊന്നും എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു ഇഷ്ടമുണ്ട്, എപ്പോഴും കാണാൻ തോന്നാ, മിണ്ടാൻ തോന്നുന്ന അങ്ങനെ ഒരു ഇഷ്ടം. അത് ഉറപ്പിച്ചത് അവൾക്ക് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷമാണ്. അന്ന് ഞാൻ ഹരി വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും ലച്ചു അവനെ വാ പൊത്തി. ലച്ചുവിന്റെ കൈക്ക് മുകളിൽ കൈ വെച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ലച്ചു ദയനീയമായി പറയുമ്പോൾ ഹരി അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് സെറ്റിയിലേക്ക് ചാരിയിരുന്നു. ഉള്ളിലൊരു ഇഷ്ടമുണ്ടായിരുന്നു. അത് എനിക്ക് പോലും മനസ്സിലായത് അവൾ എന്നോട് പറഞ്ഞതിന് ശേഷമാണ്. ആ നേരം ആ തള്ള അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ആ ഇഷ്ടം വേണ്ടെന്ന് വെച്ചു. നടക്കുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ഉള്ളിൽ തന്നെ വെക്കാനായിരുന്നു പ്ലാൻ. അളിയൻ വിളിച്ച് അവളെ ഉണ്ടായതൊക്കെ പറഞ്ഞു. എന്റെ മനസ്സിലുള്ളത് എന്തായാലും തുറന്നു പറഞ്ഞോളാൻ പറഞ്ഞു. എന്തിനും അവൻ കൂടെ ഉണ്ടാകുമെന്ന്. ഫോൺ വെക്കാൻ നേരം ഒരു കാര്യം കൂടെ പറഞ്ഞു. ഉള്ളിലുള്ള സ്നേഹം മറച്ചു വെച്ച് അവന്റെ പെങ്ങളെ വിഷമിപ്പിക്കരുതെന്ന്. ആദ്യം സമ്മതിക്കാതെ കുറച്ച് ഡിമാൻഡ് ഒക്കെ ഇട്ടിരിക്കാൻ, അവസാനം അപ്പച്ചിയുടെ വിഷയം മേടിത്തിടാൻ. അതോടെ അതിലൊരു തീരുമാനമാകുമെന്ന് ഹരി പറയുമ്പോൾ ലച്ചു കനത്തിലൊന്നും മൂളി. ഹരിയുടെ ഉള്ളിൽ ഇപ്പോഴും ഇതൊരു സ്വപ്നം പോലെ കിടക്കുകയാണ്. എന്താണ് ഏതാണെന്നൊന്നും ഇപ്പോഴും അവന് ക്ലിയർ ആവാത്ത പോലെ. ഇനി നമ്മൾ എല്ലാരെയും കുട്ടിപ്പോയി പെണ്ണ് കാണുക. അതിനു മുൻപ് അപ്പച്ചി അങ്ങനെയൊന്നും പറയില്ലെന്ന് പറഞ്ഞ് മാപ്പ് പറയണോ? അതൊന്നും എനിക്കറിയില്ല. മാപ്പ് പറയണമെന്നൊന്നും എനിക്കില്ല. ഭാവിയിൽ ആരും ഞാൻ അവളെ കിട്ടിയത് കൊണ്ട് അങ്ങനെ ഒരു കാര്യം എന്നോട് പറയാൻ പാടില്ല. എനിക്ക് അത്രയേ ഉള്ളൂ. ഇനി നിന്റെ ഗീച്ചുവേട്ടന് മാപ്പ് പറയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു മാപ്പല്ലേ, പിടിച്ച് കടിക്കൊന്നും ചെയ്യില്ലല്ലോ. ഹരി ചീരിയോടെ പറയുമ്പോൾ ആ ചിരി ലച്ചുവിലേക്കും പടർന്നു. പറയണം, അവർ മാപ്പ് പറയണം. ഇനി ഇങ്ങനെയൊന്നും പറയാൻ അവിടെ നാവ് പൊങ്ങരുത്. ആ രീതിയിൽ അവരെ കൊണ്ട് മാപ്പ് പറയിക്കണം. അതിന് മാത്രമല്ല, മറ്റു പലതിനും അവർ മാപ്പ് പറയണം. ഒരാളുടെ മുഖത്ത് നോക്കി പറയാൻ പാടുള്ളത് എന്താണ് ഏതാണെന്നൊക്കെ ഈ പ്രായം വരെ അവർക്ക് തിരിച്ചറിവ് വന്നില്ലെങ്കിൽ ഇനി എന്ന് വരാനാണ്. അതുകൊണ്ട് അവർ എല്ലാത്തിനും മാപ്പ് പറയണം. ലച്ചു വല്ലാത്തൊരു ഭാവത്തിൽ പറയുമ്പോൾ ഹരി ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. നിന്റെ മുഖം കണ്ടാലിപ്പോ എന്റെ അനിയത്തിയാണെന്ന് പറയില്ല, ആ അഹങ്കാരിയുടെ ഭാര്യ മാത്രമായതുപോലെ. ഹോ, ഓരോരോ മാറ്റങ്ങളെ. ഹരി കണ്ണ് തുറപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ ലച്ചു ചിരിച്ചുകൊണ്ട് അവന്റെ ഷോട്ടിലേക്ക് അവളുടെ മുഖം അമർത്തി. ഹരി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ലച്ചുവിനെ അവനിലേക്ക് ചേർത്തിരുത്തി. സെറ്റിയുടെ മുന്നിലെ ടേബിളിലിരുന്ന അവന്റെ ഫോൺ റിങ് ചെയ്തതും അവൻ കണ്ണുകൾ അങ്ങോട്ട് നീക്കി. സ്ക്രീനിൽ തെളിഞ്ഞ റോഷ്നി എന്ന പേര് കണ്ടതും രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. വീട്ടിലെത്താനുള്ള സമയമൊക്കെ ആയോ? എന്തിനാണ് അവ ബ്ലോക്ക് തുറന്നത്? അവനെ ബ്ലോക്ക് ആക്കിയതാണല്ലോ. ആ സംസാരത്തിന് ശേഷം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിളി ഉണ്ടായിട്ടില്ലല്ലോ. ലച്ചു ഒരു ചീരിയോടെ ഹരിയെ നോക്കിയ ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് അവളെ റൂമിലേക്ക് നടന്നു. രണ്ടു പറയാൻ ബ്ലോക്ക് മാറ്റണമെന്ന് തോന്നി. രണ്ടു പറഞ്ഞില്ലേ, ഇനി വെച്ചോ. ശരി. അതും പറഞ്ഞുകൊണ്ട് ഹരി ചിരി ഒതുക്കി. അവിടെ പല്ല് കടിച്ചു പൊട്ടിക്കുന്ന ശബ്ദം അവൻ ഇവിടെ കേൾക്കാം. ആ വലിഞ്ഞു മുറുകുന്ന ഭാവം അവൻ ഇവിടെ കാണാം. എടാ കോരിക്കുട്ട, മര്യാദയ്ക്ക് സംസാരിച്ചു. ചുമ്മനെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്നാൽ മേഡം ഒരു ലിസ്റ്റ് തായോ. എന്തൊക്കെ പറഞ്ഞാൽ മേഡത്തിന് ദേഷ്യം വരും, എന്തൊക്കെ പറഞ്ഞാൽ ദേഷ്യം വരില്ല, അങ്ങനെയൊക്കെ എഴുതിയ ഒരു ലിസ്റ്റ് തന്നാൽ ഞാൻ അത് നോക്കി പറയാം. ഹരി സെറ്റിയിലേക്ക് ചാരി തല മുകളിലേക്ക് ആക്കിക്കൊണ്ട് പറഞ്ഞു. അവന്റെ ചുണ്ടിലൊരു ചിരി കൊണ്ട്. നല്ല ബുദ്ധിയാണല്ലോ, കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കാം. എന്ത് ബുദ്ധി? എന്നാ നീ ഫോൺ വെച്ചോ, ഉപ്പിലിട്ട ശേഷം ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഹരി അതും പറഞ്ഞ ശേഷം കണ്ണുകൾ രണ്ടും മുറുക്കി അടിച്ചു. അപ്പം രണ്ട് ചുണ്ടും അകത്തേക്ക് കടിച്ചു പിടിച്ച ചിരി ഒതുക്കി. അപ്പുറം മനക്കൊന്നുമില്ല. ദേഷ്യം മടക്കി പിടിക്കാവും അഹങ്കാരി. ഹരിക്കുട്ടാ. 1-2 നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ റോഷ്നി വിളിച്ചു. അടച്ച കണ്ണുകൾ തുറന്ന് അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഭംഗിയുള്ളൊരു ചിരി. എന്താടി കുഞ്ഞു പെണേ? വാക്കുകൾ കേട്ടാൽ ഇത്തിരി കനം തോന്നിക്കുമെങ്കിലും ആ ശബ്ദത്തിൽ ഒട്ടും കനമില്ലായിരുന്നു. അത്രയും ആർദ്രമായാണ് അവൻ വിളിച്ചത്. റോഷ്നിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഐ ലവ് യു ഹരിക്കുട്ടാ. അത് പറയുമ്പോൾ എവിടെയോ അവളെ ശബ്ദമിടറി. ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഐ ലവ് യു ടു കുഞ്ഞു പെണേ.
ഹരി കണ്ണുനീർ ഒതുക്കി പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അപ്പുറം തേങ്ങുന്ന ശബ്ദം അവൻ കേട്ടു. അപ്പം ഫോൺ കട്ടാവുന്ന ശബ്ദവും. ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി സെറ്റിയിലേക്ക് വെച്ച ശേഷം അവൻ സെറ്റിയിലേക്ക് മലർന്ന് കിടന്നു. സെറ്റിയിൽ കിടക്കുന്നതിന് അവളെ വഴക്കു പറഞ്ഞതൊക്കെ ഓർത്ത് അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ആ ചിരിയോടെ തന്നെ അവൻ കണ്ണുകൾ അടച്ചു. ഏട്ടാ. സെറ്റിയിലേക്ക് ചാരിയിരിക്കുകയായിരുന്ന് ഹരി ലച്ചുവിന്റെ ശബ്ദം കേട്ടപ്പോൾ കണ്ണുകൾ തുറന്നു. നമുക്ക് വല്യമ്മമാരോട് കാര്യം പറയാൻ പോയാലോ? ഇവിടെ വണ്ടി നിൽക്കുന്നതും ഞങ്ങളൊക്കെ ഇറങ്ങുന്നതുമൊക്കെ കണ്ടു കാണും. നമുക്ക് പോയി വിവരം പറയാം. ലച്ചു ചോദിക്കുമ്പോൾ ഹരി അവളുടെ കൈ പിടിച്ച് സെറ്റിലേക്ക് ഇരുത്തി. നിനക്ക് ഈ ബന്ധത്തിന് സമ്മതമാണോ? ഹരിയുടെ ചോദ്യം കേട്ട് ലച്ചുവിന്റെ പൂരികൻ ചൊളിഞ്ഞു. എന്ത്? എന്റെ അനിയത്തിയായിട്ട് ഒരു ഉത്തരമല്ല എനിക്ക് വേണ്ടത്. റയാൻഷിന്റെ ഭാര്യ എന്ന നിലയിൽ അവന്റെ അനിയത്തിക്ക് ഈ ബന്ധം നല്ലതാണോ? അങ്ങനെ ഒരു മറുപടി മതി എനിക്ക്. ലച്ചു എന്തോ മറുപടി പറയാൻ വന്നപ്പോൾ അതിനെ തടഞ്ഞുകൊണ്ട് ഹരി പറഞ്ഞതും ലച്ചു അവനെ മനസ്സിലാവാതെ നോക്കി. അങ്ങനെ ഒരാളുടെ ഭാഗത്തുനിന്ന് മാത്രം ഞാൻ അങ്ങനെ മറുപടി പറയും? രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടവരല്ലേ? നിങ്ങൾ ഒന്നിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നേണ്ട വ്യക്തി ഞാനല്ലേ? ലച്ചു ഹരിയുടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ഹരി അവളെ നോക്കിയിരുന്നു. കുഞ്ഞി, ഏട്ടന്റെ ഭാര്യയെ ഈ വീട്ടിലേക്ക് കയറി വന്നാൽ എനിക്കൊരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. അതുപോലെ അവൾക്കും സങ്കടപ്പെടേണ്ടി വരില്ല. അത് അവൾക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് ഏട്ടനെ തന്നെ മതിയെന്ന് അവളിങ്ങനെ വാശി പിടിക്കുന്നത്. ലച്ചു പറയുമ്പോൾ ഹരി ഒന്ന് പുഞ്ചിരിച്ചു. ആ ചിരി അപ്പൊ തന്നെ മായുകയും ചെയ്തു. ഇപ്പൊ തോന്നാ ഈ വാശി കുറച്ചു കഴിഞ്ഞാൽ വേണ്ടെന്ന് തോന്നുമോ? ഹരിയുടെ ആ ചോദ്യത്തിന് ലച്ചു ആദ്യമൊന്നും മിണ്ടിയില്ല, പിന്നൊന്ന് ചിരിച്ചു. അതൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച ശേഷം ഉറപ്പിച്ചു. എനിക്കിത്രേ പറയാനുള്ളൂ. ഏട്ടന്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നാൽ ഒരിക്കൽ പോലും അവളെ വേണ്ടിയിരുന്നില്ലെന്ന് തോന്നില്ല. ഒറ്റയ്ക്കാണെന്ന് പോലും തോന്നില്ല. ഈ വീട് നിറയെ ആളാകും. ലച്ചു ചീറ്റയോടെ പറയുമ്പോൾ ആ ചിരി ഹരിയിലേക്കും പടർന്നു. രണ്ടുപേരും അപ്പുറത്തേക്ക് നടന്നു. മാധവന്റെ മൂത്ത സഹോദരന്റെ അടുത്തേക്കാണ് ആദ്യം പോയത്. ആ, നീ എപ്പോഴെത്തി? ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കുകയായിരുന്നു. ആദ്യം ലച്ചുവിനെ നോക്കിയും പിന്നെ ഹരിയെ നോക്കിയും അദ്ദേഹം പറഞ്ഞു. ഹരി ലച്ചും ഹാളിലെ സെറ്റിയിലേക്കിരുന്നു. ഞാനിപ്പോൾ വന്നതേയുള്ളൂ. നിൽക്കാൻ വേണ്ടി വന്നതാണോ? റയാൻഷ് പോയോ? ലച്ചുവിനെ നോക്കി ചോദിക്കുമ്പോൾ അവൾ അതിന് തല കുലുക്കിക്കൊണ്ട് മോളി. മുറ്റത്ത് 2-3 കാർ വന്ന് നിൽക്കുന്നത് കണ്ടല്ലോ, അത് അവിടുന്ന് വന്നതാണോ? വല്യമ്മ ഹാളിലേക്ക് വന്നുകൊണ്ട് ലച്ചുവിനെ നോക്കി ചോദിക്കുമ്പോൾ അവളത്തിന് തല കുലുക്കി കാണിച്ചു. എന്ത് പറ്റി? വീണ്ടും എന്തെങ്കിലും പ്രശ്നം? അവരുടെ ശബ്ദത്തിൽ ചെറുതായി ടെൻഷൻ നിറഞ്ഞു. ഇതിനു മുൻപ് ഒരു പ്രശ്നം നടന്നതല്ലേ? ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ കുത്തിപ്പൊക്കിയാലോ എന്നൊരു ടെൻഷൻ. ഏയ്, അതൊന്നുമല്ല. ഏട്ടനൊരു പ്രപ്പോസൽ കൊണ്ടുവന്നതാ. ലച്ചു പറയുമ്പോൾ വല്യച്ഛനും വല്യമ്മയും രണ്ടുപേരെയും നോക്കി. കിച്ചുവേട്ടന്റെ അനിയത്തിലെ റോഷ്നി? ആ ഹങ്കാരിയോ? വല്യമ്മയാണ് അത് ചോദിച്ചത്. റോഷ്നി കുറച്ചു ദിവസം ഇവിടെ നിൽക്കാൻ വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ അവർ മറന്നിട്ടില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞാൽ അതിന് തട്ടുത്തരം മാത്രം പറയുന്ന അവളെ അവർക്കത്ര പിടിച്ചില്ല. ആരിപ്പോ ഇങ്ങനൊരു പ്രപ്പോസൽ വെച്ചത്? അവൾക്ക് ഹരിയേട്ടന് ഇഷ്ടമാണ്. അവിടെ വീട്ടിലത് പറഞ്ഞപ്പോ ആർക്കും വലിയ എതിർപ്പില്ല. ഏട്ടന് തിരിച്ചും ഇഷ്ടമുണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? വല്യച്ഛനൊന്നും മിണ്ടാതിരിക്കുന്ന ഹരിയെ നോക്കി ചോദിച്ചു. അവന്റെ കാര്യം ആയതുകൊണ്ടാവാം അവൻ കേട്ടിരുന്നത്. പറയാനുള്ള അവസരം വന്നിട്ടില്ലെന്നതുപോലെ ആ ഒരു ഇരിപ്പ്. ഞാനൊന്നും പറഞ്ഞില്ല. വീട്ടുകാരുമായി ആലോചിച്ച് തീരുമാനമെടുത്ത ശേഷം പറയാമെന്ന് പറഞ്ഞു. സമ്മതം പാടുന്ന ഒരു ദിവസം വീട്ടുകാരെ കൂട്ടി വരാമെന്നും പറഞ്ഞതൊന്നും അവൻ മനഃപൂർവ്വം പറഞ്ഞില്ല. പറയുന്നത് ശരിയല്ലെന്ന് അവന് തോന്നിക്കാണും. ലച്ചു അന്നേരം ഒന്നും മിണ്ടിയില്ല. അവൻ പറഞ്ഞത് ശരിയാണെന്ന രീതിയിലിരുന്നു. എന്റെ അഭിപ്രായത്തിൽ ആ പെണ്ണ് വേണ്ട. വല്യമ്മ അവരുടെ അഭിപ്രായം ഉറപ്പിച്ചു പറഞ്ഞു. ഹരി ലച്ചും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അതിന് നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. തീരുമാനം പറയേണ്ടത് ഹരിയാണ്. അവൻ പറയട്ടെ, എന്താ നിന്റെ അഭിപ്രായം? വല്യച്ഛൻ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. എനിക്ക് ഇഷ്ടമാവാതെ ഇരിക്കാനുള്ള പ്രവൃത്തിയൊന്നും അവളിൽ ഞാൻ കണ്ടിട്ടില്ല. പറ്റാത്തത് മുഖത്ത് നോക്കി പറയും. അതാരോടാ എന്താ എങ്ങനെയൊന്നുമില്ല. പറയാനുള്ളത് പറയും. അതിൽ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പഠിപ്പിച്ചതല്ലേ പഠിക്കൂ. എന്റെ അളിയന്റെ പെങ്ങളല്ലേ, അത്ര ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഹരി പറഞ്ഞു നിർത്തിയപ്പോൾ ലച്ചു ഹരി ഒന്ന് നോക്കി. അതിനിടയിലും അളിയനിട്ടൊരു കൊട്ട്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞൊന്നേ ഇടും. അത്ര നല്ല മുതലൊന്നുമല്ല. നിന്റെ ഒരു സ്വഭാവവും രൂപവും ഭാവമൊന്നും അല്ല ആ കുട്ടിക്ക്. നിനക്ക് ഒതുങ്ങി നടക്കുന്ന കുട്ടികളെയല്ലേ ഇഷ്ടം. അതിന് ഒതുക്കമേയില്ല. വീട്ടിലൊക്കെ കണ്ടില്ലേ കുട്ടി നിക്കറിട്ട് നടക്കുന്നത്? സാരി കൊടുത്ത് പൊട്ടും ചന്ദനമോ ഒക്കെ വെച്ച അടക്കവും ഒതുക്കവും ഒക്കെയുള്ള സുന്ദരി കുട്ടിയെ കാണാൻ പോയത് വല്യമ്മ മറന്നോ? ഹരിയുടെ ചോദ്യം വല്യമ്മയുടെ ഉത്തരം മുട്ടി. അവിടെ കുടുംബത്തിൽ നിന്നായിരുന്നല്ലോ ആ കുട്ടി. കാണുന്നത് പോലെ ഒന്നും അല്ല വല്യമ്മേ. ഓരോരുത്തരെയുള്ള അവരെ അടുത്തറിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവാ. റോഷ്നി അത്ര പ്രശ്നക്കാരിയൊന്നും അല്ല വല്യമ്മേ, പാവ. ഒരു ചെറു ചിരിയുടെ ഹരി പറയുമ്പോൾ വല്യമ്മയും വല്യച്ഛനും പരസ്പരം നോക്കി ചിരിച്ചു. അവർ വന്ന് കാര്യം പറഞ്ഞതിൽ മാത്രമല്ല അവൻ സമ്മതിച്ചെന്ന് അവന്റെ വാക്കിൽ നിന്ന് മനസ്സിലായതുപോലെ ഒരു ചിരി. നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അതിൽ എനിക്കിനൊന്നും പറയാനില്ല. എനിക്കെന്നല്ല ആർക്കും ഒരഭിപ്രായം പറയാനില്ല.
നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി എൻ്റെ മനസ്സിലുള്ള ഒരഭിപ്രായം ഞാൻ പറഞ്ഞു. നിനക്ക് ആ കുട്ടി ഇഷ്ടമാണെങ്കിൽ അതിലിനി രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട, അത് തന്നെ നമുക്ക് ഉറപ്പിക്കാം. വല്യമ്മ ചിരിയോടെ പറയുമ്പോൾ ഹരി ഒന്ന് പുഞ്ചിരിച്ചു. ഇവരൊക്കെ എന്തെങ്കിലും മുടക്കം പറയുമോ എന്നൊരു ഭയം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും വിവാഹ കാര്യങ്ങളിലൊക്കെ വല്യച്ഛന്മാരുടെ അഭിപ്രായം ചോദിക്കും. സ്വന്തം ഇഷ്ടത്തിന് അപ്പുറത്തേക്ക് ഇതുവരെയും ആരും ഒരിഷ്ടങ്ങളും അടിച്ചേൽപ്പിച്ചിട്ടില്ല. എല്ലാവരോടും ഈ വിവരം പറഞ്ഞ ശേഷം എല്ലാവരുടെയും ഒഴിവ് നോക്കി നമുക്ക് ഒരു ദിവസം അങ്ങോട്ടേക്ക് ഇറങ്ങാം. വല്യച്ഛൻ പറയുമ്പോൾ ഹരി തല കുലുക്കി. കൂടുതലൊന്നും പറയാതെ ലച്ചുവും ഹരിയും അവിടെ നിന്നും ഇറങ്ങി. റോഷ്നിയുടെ അപ്പച്ചി പറഞ്ഞ വാക്കുകളോ ഇന്ന് അതിനെക്കുറിച്ചുണ്ടായ സംസാരമോ ഒന്നും ഹരി ആരോടും പറഞ്ഞില്ല. പറഞ്ഞാൽ ചിലപ്പോൾ ആരും ഈ ബന്ധത്തിന് സമ്മതിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ വിഷയം ആരോടും പറഞ്ഞില്ല. അവിടെ പോയി സംസാരത്തിലൂടെ ആ വിഷയം കടന്നുവന്ന് അവരറിയിക്കുകയാണെങ്കിൽ മാത്രം അറിയട്ടെ എന്ന് അവനും കരുതി. ടെൻഷൻ നിറഞ്ഞ മനസ്സോടെയാണ് അങ്ങോട്ട് കയറിയതെങ്കിലും പകുതി നിറഞ്ഞ ആശ്വാസത്തോടെയാണ് അവൻ ആ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി ആ കാര്യത്തിൽ ഒരു തീരുമാനം വേണ്ടല്ലോ. രണ്ട് വീട്ടുകാരെ സമ്മതിച്ചു. ഇനി പേരിനൊന്ന് കാണാൻ പോണം. ചീരയുടെ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ പറയണം. അത് കഴിഞ്ഞാൽ ആ കുഞ്ഞിപ്പെണ്ണ് അവളുടെ ഹരിക്കുട്ടന്റെ ആകും. ഹരിയുടെ ചുണ്ടിൽ മനോഹരമായൊരു ചിരി വിരിഞ്ഞു. ആ ചിരിയോടെ തന്നെ അവൻ ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടന്നു.